നമ്മൾ അവസാനം ശ്രദ്ധിച്ചത് അന്തസുഖനും അന്തരാരാമനും അന്തർജ്യോതിയുമായ ബ്രഹ്മഭൂതൻ ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു. കിഞ്ച മാത്രമല്ല, ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈധായതാത്മാന സർവഭൂതഹിതേ രതാഃ. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയഃ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈധായതാത്മാനഃ സർവഭൂതഹിതേ രതാഃ. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയഃ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈധാഃ യതാത്മാനഃ സർവഭൂതഹിതേ രതാഃ. ഋഷയഃ ഋഷിമാർ, ഋഷി ശബ്ദത്തിന് പ്രസിദ്ധങ്ങളായ അർത്ഥങ്ങൾ. ഋഷയഃ സത്യദ്രഷ്ടാരഃ, സത്യത്തെ ദർശിച്ചവരാണ് ഋഷിമാർ. അതുപോലെ ഋഷയോ മന്ത്രദ്രഷ്ടാരഃ, ഋഷിമാർ മന്ത്രത്തെ ദർശിച്ചവരാണ്. ഇതാണ് സായണാചാര്യർ യാസ്ക മഹർഷിയൊക്കെ കൊടുക്കുന്ന അർത്ഥം. എന്നാൽ ധാത്വർത്ഥം നോക്കിയാൽ വളരെ ഉത്കൃഷ്ടമായ മറ്റൊരർത്ഥമുണ്ട്. അത് ഋഷി ഗതൗ ന ധാതു. ഋഷതി ഗച്ഛതീതി ഋഷി, സഞ്ചരിക്കുന്നവനാരോ അവൻ ഋഷി. അതായത് ഒരു സമൂഹത്തിന് മുഴുവൻ മാർഗദർശനം ചെയ്തുകൊണ്ട് മുന്നേ സഞ്ചരിക്കുന്നവൻ ഋഷി, വഴികാട്ടി. ഭഗവാൻ ഭാഷ്യകാരൻ ഇവിടെ എടുക്കുന്ന അർത്ഥം സന്യാസി എന്നാണ്. സമ്യക് ദർശി സന്യാസി എന്നാണ്. അപ്പോൾ ഋഷയഃ എങ്ങനെയുള്ള ഋഷിമാര്? ക്ഷീണകൽമഷഃ, കൽമഷങ്ങൾ, മാലിന്യങ്ങൾ, പാപങ്ങൾ നീങ്ങിയവർ. ചിത്തദോഷങ്ങൾ, കുശുമ്പ്, അസൂയ, താരതമ്യ ബുദ്ധി, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ചിത്തദോഷങ്ങളും നീങ്ങിയവർ ആണ് ക്ഷീണകൽമഷഃ. അഥവാ അജ്ഞാനം നീങ്ങിയവർ, തത്കാര്യങ്ങളെല്ലാം നീങ്ങിയവർ. എങ്ങനെയുള്ളവർ? ഛിന്നദ്വൈധാഃ, ഛിന്നദ്വൈധാഃ. ധാ പ്രകാരവചനെ, ധാ എന്നുള്ള പ്രത്യയം പ്രകാരത്തെ പറയുമ്പോഴാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട് ഏകധ, അല്ലേ? ഒരു പ്രകാരത്തിൽ, ഏകധ അല്ല. ഉച്ചാരണം അല്പം മാറുമ്പോഴത്തേക്ക് അർത്ഥം വളരെ മാറുകയെ. ഇതിപ്പോൾ ഉച്ചാരണം, ഏറ്റവും നല്ല ഒരു ഉച്ചാരണം നിലനിന്ന നാടാണ് കേരളം. ഏറ്റവും നല്ല ശുദ്ധമായ ഭാഷാപ്രയോഗം. അപ്പം അതിനു വേണ്ടി ഇത്ര അബദ്ധം വേറെ എവിടെ ഇല്ല. ഇത്ര അബദ്ധ ഭാഷ. ഈ എന്താ പറയുക, ചാനലുകളിലൊക്കെ ഉള്ള ഒക്കെ കേട്ട് കഴിഞ്ഞാൽ സങ്കടം തോന്നും. അത് കേട്ട് അതൊക്കെയാ ശരിയെന്ന് നമ്മളും വിചാരിച്ചിരിക്കുക. ഒരു 5-6 മാസം മുമ്പ് ഒരമ്മ എന്നോട് പറഞ്ഞു, സ്വാമിജിയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, നല്ലൊരു നുള്ളു തരാം. എന്നാൽ ആ പറയുന്നതിൻ്റെ അർത്ഥമുണ്ട്. അത് കാരണം ഭയങ്കര പേടിപ്പെടുത്തുന്നത്, വേറെന്താ അർത്ഥം? ഭയങ്കര സന്തോഷം, ഭയങ്കര സുഖം, ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഒറ്റ അർത്ഥമേ ഉള്ളൂ പേടിപ്പെടുത്തുന്നത്. എന്താ ചെയ്യുക? ചില ആൾക്കാർ ചിലത് ഖനപ്പിച്ച് പറഞ്ഞാൽ കേമാന്ന് വിചാരിച്ചിട്ട് സ്കൂളിന് എന്താ മലയാളം? വിദ്യാലയം. എന്താണ് വിദ്യാലയം? വിദ്യാലയം എന്ന് പറഞ്ഞാൽ കോടതിയാണ്. വിധിയുടെ ആലയം കോടതിയാണ്. മറ്റേതാണ്? വിദ്യയുടെ ആലയമാണ്. വിദ്യാലയം. പക്ഷെ ഒന്ന് കനപ്പിച്ച കേമായി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്.
ഒന്ന് മസിലൊക്കെ ഒന്ന് പിടിച്ച് അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർ. അങ്ങനെ ഉണ്ട്, ഒരുപാട് ഈ മസിൽ പിടുത്തക്കാരുണ്ട്. അതാണ് വിദ്യാലയം എന്നൊക്കെ പറയും. കേൾക്കുമ്പോൾ സങ്കടമാവും. വിദ്യാലയമല്ല, വിദ്യാലയം. അപ്പം അത് സന്ദർഭികമായി പറഞ്ഞത്. ധകാരത്തിന് അധികവും ധകാരം ഉപയോഗിക്കുന്ന രീതി ഇപ്പോൾ കാണുന്നുണ്ട്. വയ്യ, അർത്ഥം മാറിപ്പോവും. അപ്പോൾ ദ്വിധാ, ദ്വൈധാ, രണ്ട് പ്രകാരത്തിലുള്ളത്. നീയൊന്ന് വേറെ, ഞാനൊന്ന് വേറെ, അതൊന്ന് വേറെ, ഇതൊന്ന് വേറെ, ഈശ്വരൻ വേറെ, ജീവൻ വേറെ, ഇങ്ങനെ ദ്വിവിധമാണ് എന്നുള്ള പക്ഷമാണ് ദ്വൈധ. ഛിന്നദ്വൈധാഹ എന്ന് പറഞ്ഞാൽ അത് ഛേദിക്കപ്പെട്ടവർ, ഭേദബുദ്ധി പോയവർ. രണ്ടില്ല, ഏകമാണ് സത്യം, അദ്വയമാണ് സത്യം എന്ന് ഉറച്ചവർ ഛിന്നദ്വൈധാഹ. ആര്? യഥാത്മാനഃ, സംയതമായ ആത്മാവോട് കൂടിയവർ. ആര് മനസ്സിനെ, ബുദ്ധിയെ, ഇന്ദ്രിയങ്ങളെ, ശരീരത്തെ എല്ലാം വേണ്ടതുപോലെ നിയന്ത്രിച്ച് തൻ്റെ സ്വാധീനത്തിൽ വെച്ചിരിക്കുന്നുവോ അവർ യഥാത്മാനഃ. ആര്? സർവഭൂതഹിതേ രതാഃ, സർവഭൂതങ്ങളുടെയും ഹിതത്തിൽ രതന്മാരായവർ. എല്ലാത്തിനും നല്ലത് വരട്ടെ, എല്ലാത്തിനും. അതാണ് സർവഭൂതഹിതേ രതാഃ. എല്ലാത്തിനും നന്മ വരട്ടെ എന്ന് മനസ്സിൽ വിചാരിക്കണവർ, ഒന്നിൻ്റെയും ദോഷം ഇച്ഛിക്കാത്തവർ. അങ്ങനെയുള്ള ഋഷിമാര് ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു, നേടുന്നു. നോക്കൂ ഭാഷ്യം. ലഭന്തേ ബ്രഹ്മനിർവാണം മോക്ഷം ഋഷയഃ സമ്യക് ദർശിനഃ സന്യാസിനഃ ക്ഷീണകൽമഷാഃ ക്ഷീണപാപാദിദോഷാഃ ഛിന്നദ്വൈധാഃ ഛിന്നസംശയാഃ യഥാത്മാനഃ സംയതേന്ദ്രിയാഃ സർവഭൂതഹിതേ രതാഃ സർവേഷാം ഭൂതാനാം ഹിതേ ആനുകൂല്യേ രതാഃ അഹിംസകാഃ ഇത്യർത്ഥഃ. ലഭന്തേ ബ്രഹ്മനിർവാണം മോക്ഷം ഋഷയഃ സമ്യക് ദർശിനഃ സന്യാസിനഃ ക്ഷീണകൽമഷാഃ ക്ഷീണപാപാദിദോഷാഃ ഛിന്നദ്വൈധാഃ ഛിന്നസംശയാഃ യഥാത്മാനഃ സംയതേന്ദ്രിയാഃ സർവഭൂതഹിതേ രതാഃ സർവേഷാം ഭൂതാനാം ഹിതേ ആനുകൂല്യേ രതാഃ അഹിംസകാഃ ഇത്യർത്ഥഃ. അപ്പോൾ ബ്രഹ്മനിർവാണം ലഭന്തേ, ബ്രഹ്മനിർവാണത്തെ നേടുന്നു. ബ്രഹ്മനിർവാണം മോക്ഷം. ബ്രഹ്മണി നിർവൃതിം എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ബ്രഹ്മത്തിലുള്ള നിർവൃതിയെ നേടുന്നു, പരമാനന്ദ പ്രാപ്തി. ആര്? ഋഷയ. ആരാ ഋഷയ? ഋഷിമാരാരാ? ഇവിടെ പറയാണ് സമ്യക് ദർശിനഃ, സമ്യക് ദർശനത്തോടൊത്തവർ. ആ സമ്യക് ദർശനത്തെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവശ്വപാകേ ച പണ്ഡിത സമദർശിനഃ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമദർശിനഃ, സമത്തെ കാണും. സമ്യക് ദർശിനഃ, നല്ല പോലെ കാണുന്നവർ. നല്ല യപശ്യതി സപശ്യതി പറയുന്നുണ്ട്. അതാണ് നല്ല പോലെയുള്ള കാഴ്ച. ആര് കാണുന്നു അവൻ കാണുന്നു. അപ്പോൾ കാണുന്ന എല്ലാവരും കാണുന്നില്ലേ? ഏയ്, കാണുന്ന എല്ലാവരും കാണുന്നില്ല. നല്ല പോലെ കാണുന്നവരേ കാണുന്നുള്ളൂ. കാണേണ്ടതിനെ കാണുന്നവരേ കാണുന്നുള്ളൂ. അത് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർ സന്യാസിനഃ, സന്യാസിമാർ. അവിടെ സന്യാസി ശബ്ദത്തിന് പാരമാർത്ഥിക സന്യാസം എന്നേ അർത്ഥമെടുക്കാൻ പറ്റൂ. അത് ബാഹ്യമായിട്ട് ആരും ആയിക്കോട്ടെ, പാരമാർത്ഥിക സന്യാസി ആയിരിക്കും അയാൾ. അയാൾ സന്യാസിയാവാം, ഗൃഹസ്ഥനാവാം, വാനപ്രസ്ഥനാവാം,
ബ്രഹ്മചാരിയാവാം, ആരും ആയിക്കോട്ടെ, പാരമാർത്ഥിക സന്യാസിയായിരിക്കും അയാൾ. ഈ ഒരു ദ്വന്ദ്വത്തെ ജയിച്ചവർ. ക്ഷീണകൽമഷ ക്ഷീണപാപാദിദോഷാഹ, പാപാദിദോഷങ്ങളെല്ലാം ക്ഷയിച്ചവർ. ഛിന്നദ്വൈതാഹ, ഛിന്നദ്വൈതാഹ എന്നുള്ളതിന് അർത്ഥം പറഞ്ഞത് ഭേദബുദ്ധി, രണ്ടെന്ന ബുദ്ധി നീങ്ങിയവരെന്ന, മറക്കരുത്, അതാണ് അർത്ഥം. പക്ഷെ ഭാഷ്യകാരൻ പറയണത് വേറൊരർത്ഥ. എന്താണ്? ഛിന്ന സംശയാഹ, സംശയം നീങ്ങിയവർ. അപ്പം അതെങ്ങനെ അങ്ങനെ പറയാ? തോന്നിയോണം പറയണം? തോന്നിയോണമല്ല, ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് തോന്നുന്നതല്ലേ സംശയം, അല്ലേ? അതുതന്നെയാണ് ദ്വൈത. രണ്ട് പ്രകാരം, ഒന്നിൻ്റെ രണ്ട് സാധ്യതകളെ കുറിച്ച് തോന്നുന്നതാണ് അതാണ് സംശയം. ഛിന്ന സംശയ, സംശയം പോയവർ. ആർക്കാ സംശയം പോയവർ? അനുഭൂതി സമ്പന്നർ, സാക്ഷാത്കാര സമ്പന്നർ. വിജ്ഞാനികൾക്കേ സംശയം പോയി എന്ന് പറഞ്ഞോളൂ. അപ്പം ജ്ഞാനിക്ക് സംശയം പോയിക്കൂടെ? ജ്ഞാനിക്ക് സംശയം നീങ്ങാം, പക്ഷെ പിന്നെ സംശയം വന്നൂടാന്ന് ഇല്ല. വിജ്ഞാനിക്ക് ഒരിക്കലും പിന്നെ സംശയം വരില്ല, അനുഭവ ദാർഢ്യം കൊണ്ട്. യഥാത്മാനഃ സംയതേന്ദ്രിയാഹ, പൂർണ്ണമായി ഇന്ദ്രിയ സംയമം ചെയ്തവർ. സർവഭൂതഹിതേരതാഹ, സർവഭൂതങ്ങളുടെയും സകല ജീവരാശിയുടെയും ഹിതത്തിൽ രതന്മാരായവർ, തത്പരന്മാരായവർ. പ്രിയത്തിലല്ല, ഹിതത്തിൽ. ഹിതവും പ്രിയവും രണ്ടാണ്. നമ്മൾ പലപ്പോഴും പ്രിയമാണ് അധികവും നമ്മൾ, അല്ലേ? അങ്ങനെയല്ലേ? അയാളൊന്ന് പ്രിയപ്പെടുത്തി കളയാം, അതിന് പറയാം, അതിന് വല്ലതും ചെയ്യാം എന്നുള്ള മട്ടില്ല. ഹിതം എന്ന് പറഞ്ഞാൽ പഥ്യമാണ്. പഥ്യം പലപ്പോഴും അപ്രിയായിരിക്കും, ഇല്ലേ? ആയിരിക്കും. അപ്രിയ ആയാലും കുഴപ്പമൊന്നുമില്ല, പഥ്യമാണ് നമ്മൾ പറയേണ്ടത്, ഹിതമാണ് പറയേണ്ടത്. ഹിതവും പ്രിയവും വിരുദ്ധതയില്ലാച്ചാൽ സുഖാട്ടോ, നല്ല സന്തോഷമായിട്ട് പറയാം, കേൾക്കുന്നവർക്ക് സന്തോഷമാവും, ഹിതമാവും. എന്നാൽ ഹിതവും പ്രിയവും വിരുദ്ധമായാലോ? അല്ലേ? ഈ വാൽമീകീയ രാമായണത്തിലും ശ്രീമൻ മഹാഭാരതത്തിലും ഒരു ശ്ലോകം ആവർത്തിച്ചിട്ടുണ്ട്. വേറെ ശ്ലോകം ആവർത്തിച്ചിട്ടില്ല എന്ന് പറയുന്നില്ലേ? വേറെ ശ്ലോകം ആവർത്തിച്ചിട്ടില്ല എന്നൊന്നും പറയണില്ല, ഒരു ശ്ലോകം ആവർത്തിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. സുലഭാ പുരുഷാരാജൻ സതതം പ്രിയവാദിനഃ അപ്രിയസ്യ ഹിപത്യസ്യ പാഠഭേദം അപ്രിയസ്യ അപിപത്യസ്യ വക്ത ശ്രോത ച ദുർലഭഃ. പാഠഭേദം വക്ത ശ്രോത സുദുർലഭഃ. അല്ലയോ രാജാവേ, എപ്പോഴും പ്രിയം പറയണവർ ഒരുപാട് കാണും, പ്രിയം പറയുന്ന ജനങ്ങൾ എപ്പോഴും ഒരുപാട് കാണും. ആരോടാ പറയുന്നേ? രാജാവിനോട്. എന്താ കാരണം? രാജാക്കന്മാരാകുമ്പോൾ അത്യാവശ്യം ചില്ലാനൊക്കെ ഉണ്ടാവും. അപ്പം അവരോട് ഇങ്ങനെ പ്രിയം പറയാനും കൂടെ കൂടാൻ ആൾക്കാർ എപ്പോഴും ഉണ്ടാവും, പ്രിയം പറയാം. എന്നാൽ അപ്രിയസ്യ ഹി പഥ്യസ്യ അപ്രിയസ്യ അപിപഥ്യസ്യ, അപ്രിയമായ പഥ്യം പറയുന്നവർ വക്ത ശ്രോത സുദുർലഭ. പറയുന്നവരും കേൾക്കുന്നവരും ചുരുങ്ങും, പറയണവരും ചുരുങ്ങും. കാരണം അപ്രിയം പറഞ്ഞാൽ രാജാവൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കഴുത്ത് വെട്ടി വരും. അതെ, കേൾക്കുന്നവരും ചുരുങ്ങും. അതെ, വക്ത പറയുന്ന ആൾ ചുരുങ്ങും, കേൾക്കുന്ന ആളും ചുരുങ്ങും. അധികം ആൾക്കാർക്ക് ഇഷ്ടം പ്രിയം കേൾക്കാനാണ്. പ്രിയം. എന്തൊരു നല്ല സ്വാമിയാ ചിദാനന്ദപുരി സ്വാമി, നല്ല ആളാട്ടോ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖം. ഞാൻ ആരോടും അതെ ആട്ടോ. അപ്പോൾ പിന്നെ പതുക്കെ പതുക്കെ സുഖം കേൾക്കാൻ വേണ്ടി ആളെ ഏർപ്പാട് ചെയ്യും. പതുക്കെ അതിന് ചില ഏജൻറ്റുമാരെയൊക്കെ വെക്കും, അവരിങ്ങനെ പറയും, അത് കേൾക്കുമ്പോൾ ഒരു സുഖം. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അത്. അപ്പം നമ്മൾ പ്രിയവും ഹിതവും വിരുദ്ധമായാൽ ഏതാ പറയേണ്ടത്? ഹിതം. അത് ഉറപ്പിക്കണം. ഹിതമാണ്. നബ്രൂയാ സത്യം അപ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുണ്ട്,
അതില്ലാതൊന്നുമില്ല. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം എന്നുണ്ട്. അത് പിന്നെ പറയേണ്ടി വരില്ലേ, നമുക്ക് പറയേണ്ടി വരും. അപ്പം മക്കള് അപ്രിയായിട്ടുള്ളത് മക്കളോട് പറയേണ്ടി വരില്ലേ? കുട്ടി കുട്ടി കത്തിയെടുത്ത് കളിക്കുക, അപ്പം കത്തിയെടുത്ത് കളിക്കേണ്ട കൂട്ടാ എന്ന് പറയേണ്ടി വരും. കുട്ടി കരഞ്ഞു എന്ന് വരും. അത് അപ്രിയമാണ്, പക്ഷേ പഥ്യം പറഞ്ഞേ മതിയാവും. ശരി. അപ്പോ സർവേഷാം ഭൂതാനാം ഹിതേ ആനുകൂല്യരതാഹ, സർവഭൂതങ്ങളുടെയും ആനുകൂല്യത്തിൽ രഥന്മാരായിട്ടുള്ളവർ. എന്താണോ അവർക്ക് അനുകൂലം അത് നമ്മൾ ചെയ്യാം. അങ്ങനെയുള്ളവർ. അതിന് ഭാഷ്യകാരൻ പുതിയൊരർത്ഥം കൊടുക്കുക, അഹിംസകാഹ, അഹിംസകന്മാർ. അഹിംസകന്മാരാവർ. എല്ലാത്തിൻ്റെയും നന്മ വിചാരിച്ച് ജീവിക്കുന്നവർ അഹിംസകന്മാർ. അത് പുതിയൊരർത്ഥാട്ടുവോ? നോക്കൂ. കിഞ്ച മാത്രമല്ല, മാത്രമല്ല പിന്നെയും അതിനോട് കൂട്ടിച്ചേർത്ത് പറയുകയാണ്, കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തത്തെ വിദിതാത്മനാം. കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തത്തെ വിദിതാത്മനാം. കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിതഃ ബ്രഹ്മനിർവാണം വർത്തത്തെ വിദിതാത്മനാം. കാമക്രോധവിയുക്തന്മാർക്ക് അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്ന് പലതിൻ്റെ പിന്നാലെ വട്ടം കറങ്ങുന്ന കാമനകൾ ഒഴിഞ്ഞവർ. അതുപോലെ ക്രോധവിയുക്തന്മാർ. ക്രോധം ഏതെങ്കിലും പ്രകാരത്തിൽ കാമം തടയപ്പെടുമ്പോഴാണ് അത് ക്രോധമായി പരിണമിക്കുന്നത്. ക്രോധം നേരത്തെ പറഞ്ഞു, പ്രാതികൂല്യമായതിനെ അകറ്റാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാവം. അതിൻ്റെ വേഗമൊക്കെ നേരത്തെ പറഞ്ഞു നമ്മൾ. ഈ കാമക്രോധങ്ങൾ ഒഴിഞ്ഞവർ, കാമക്രോധവിയുക്താനാം യതീനാം, പരിപൂർണമായി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ സംയമം ചെയ്തിട്ടുള്ളവർ, തൻ്റെ ഉപാധികളെ പൂർണ്ണമായി നിയന്ത്രിച്ചവർ, യതചേതസാം, അന്ധകരണത്തെ പൂർണ്ണമായി നിയന്ത്രിച്ചവർ. അങ്ങനെയുള്ളവർക്ക്, ആർക്ക്? വിദിതാത്മനാം, ആത്മാവിനെ അറിഞ്ഞവർക്ക്, തന്നെ അറിഞ്ഞവർക്ക്. തന്നെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഏത് കൊച്ചുകുട്ടിക്കും തന്നെ അറിയില്ലേ? ഇതാ ഞാൻ വന്നു, ആർക്കറിയാത്ത? ഇതാ ഞാൻ പറയണോ? ഇല്ലേ? എല്ലാവർക്കും അറിയില്ലേ? പറയുന്നു, സാമാന്യമായിട്ട് എല്ലാവർക്കും അറിയാം, വിശേഷമായിട്ട് അറിയണില്ല. ശരീരേന്ദ്രിയ മനോബുദ്ധികളോടുകൂടി ചേർത്തിട്ടാണ് തന്നെ അറിയുന്നത്. അതിന് ഭിന്നമായിട്ട് തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നില്ല. അതാണ് സ്ഥിതി. അപ്പോൾ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞവർ വിദിതാത്മനാം, അങ്ങനെയുള്ളവർക്ക് അഭിതഃ, രണ്ട് പ്രകാരത്തിലും. ഇതൊരു പുതിയ, അതായത് ഇതുവരെ നമ്മൾ പഠിച്ചതിൽ നിന്ന് അല്പം വേറിട്ടൊരാശയമാണ് അഭിതഃ. ഇതുവരെ പഠിച്ചതൊക്കെ ഇഹ ഇവ ജീവന്നേവ, ജീവിച്ചിരിക്കെ തന്നെ മുക്തനാവുന്നു എന്നാ ഇതുവരെ പഠിച്ചത്. ഇപ്പൊ പറയാണ് അഭിതഃ, രണ്ട് പ്രകാരത്തിലും, ജീവിച്ചിരിക്കയും മരിച്ചാലും. ജീവിച്ചിരിക്കുമ്പോൾ മുക്തൻ, മരിച്ചാലും മുക്തനാണ്. ജീവിച്ചിരിക്കുമ്പോൾ ബദ്ധൻ, മരിച്ചാലും ബദ്ധനാണ്. മരിച്ചിട്ട് മോക്ഷമില്ല. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ മുക്തൻ, മരിച്ചാലും മുക്തനാണ്. അതായത് ജീവിക്കുമ്പോഴും മോക്ഷം, മരിച്ചാലും മോക്ഷം. അതാണ് അഭിതഃ, രണ്ട് പ്രകാരത്തിലും ബ്രഹ്മനിർവാണം വർത്തതേ, ബ്രഹ്മനിർവാണമുണ്ട് എന്നർത്ഥം. നോക്കൂ, കാമക്രോധവിയുക്താനാം, കാമഃ ച ക്രോധഃ ച കാമക്രോധൗ താഭ്യാം വിയുക്താനാം യതീനാം സന്യാസിനാം
യതചേതസാം സംയതാന്തകരണാനാം അഭിതഃ ഉഭയതഃ ജീവതാ മൃതാനാം ച ബ്രഹ്മനിർവാണം മോക്ഷഃ വർത്തത്തെ വിദിതാത്മനാം വിദിതഃ ജ്ഞാതഃ ആത്മാ യേഷാം തേ വിദിതാത്മാനഃ തേഷാം വിദിതാത്മനാം സമ്യക് ദർശിനാം ഇത്യർത്ഥഃ. കാമക്രോധവിയുക്താനാം കാമഃ ച ക്രോധഃ ച കാമക്രോധൗ താഭ്യാം വിയുക്താനാം യതീനാം സന്യാസിനാം യതചേതസാം സംയതാന്തഃകരണാനാം അഭിതഃ ഉഭയതഃ ജീവതാം മൃതാനാം ച ബ്രഹ്മനിർവാണം മോക്ഷഃ വർത്തത്തെ വിദിതാത്മനാം വിദിതഃ ജ്ഞാതഃ ആത്മാ യേഷാം തേ വിദിതാത്മാനഃ തേഷാം വിദിതാത്മനാം സമ്യക് ദർശിനാം ഇത്യർത്ഥഃ. അപ്പം കാമക്രോധവിയുക്തന്മാർക്ക്, കാമവും ക്രോധവും ഒക്കെ നേരത്തെ വിസ്തരിച്ച് പറഞ്ഞതാ. അപ്പോൾ കാമവും ക്രോധവും, കാമക്രോധങ്ങൾ അവ ഒഴിഞ്ഞവർക്ക്, കാമക്രോധവിയുക്തന്മാർക്ക്. ആർക്ക്? യതീനാം, പരിപൂർണമായി സംയമം ചെയ്തവർക്ക്. ഭാഷ്യകാരൻ അർത്ഥം പറയാണ് സന്യാസിനാം, സന്യാസിമാർക്ക്. അവിടെ സന്യാസി എന്നുള്ളതിന് പാരമാർത്ഥിക സന്യാസി എന്ന് അർത്ഥം എടുക്കണം. യതചേതസം സംയതാന്തകരണാനാം, അന്ധകരണത്തെ തീർത്തും നിയന്ത്രിച്ചവർക്ക്. അഭിതഃ ഉഭയതഃ, രണ്ട് പ്രകാരത്തിലും. അഭിതഃ രണ്ട് പ്രകാരത്തിലും. ഏത് രണ്ട് പ്രകാരത്തിലെന്ന് പറഞ്ഞാൽ ജീവതാം മൃതാനാം, ജീവിക്കുന്നവർക്കും മരിച്ചവർക്കും. ജീവിച്ചവർക്കും മുക്തി, മരിച്ചവർക്കും മുക്തി. അതെങ്ങനെയാ ചോദിച്ചാൽ, ജീവിച്ചിരിക്കുമ്പോൾ മുക്തനായാൽ മരിച്ചാലും മുക്തൻ തന്നെ, അവിധമാണ്. ബ്രഹ്മനിർവാണം മോക്ഷഃ വർത്തതേ, മോക്ഷമുണ്ട്. വിദിതാത്മനാം വിദിതഃ ജ്ഞാതഃ ആത്മാ യേഷാം തേ, നല്ലപോലെ തൻ്റെ സ്വരൂപത്തെ അറിഞ്ഞവര്. വിദിതാത്മാനഃ തേഷാം വിദിതാത്മനാം സമ്യക് ദർശിനാം ഇത്യർത്ഥഃ. സമ്യക് ദർശികളായ വിദിതാത്മാക്കൾക്ക് രണ്ട് പ്രകാരത്തിലും മുക്തിയുണ്ട്. വ്യക്തമാണല്ലോ. സമ്യക് ദർശനനിഷ്ഠാനാം സന്യാസിനാം സദ്യോ മുക്തി ഉക്ത. കർമ്മയോഗഃ ച ഈശ്വരാർപ്പിതസ്വഭാവേന സർവഭാവേന ഈശ്വരേ ബ്രഹ്മണി ആധായ ക്രിയമാണഃ സത്വശുദ്ധി ജ്ഞാനപ്രാപ്തി സർവകർമ്മ സന്യാസക്രമേണ മോക്ഷായ ഇതി ഭഗവാൻ പദേ പദേ അബ്രവീത് വക്ഷ്യതി ച. അഥ ഇദാനീം ധ്യാനയോഗം സമ്യക് ദർശനസ്യ അന്തരംഗം വിസ്തരേണ വക്ഷ്യാമീതി തസ്യ സൂത്രസ്ഥാനീയാൻ ശ്ലോകാൻ ഉപദിശതി സ്മ. സമ്യക് ദർശനനിഷ്ഠാനാം സന്യാസിനാം സദ്യോ മുക്തി ഉക്ത. കർമ്മയോഗഃ ച ഈശ്വരാർപ്പിത സർവഭാവേന ഈശ്വരേ ബ്രഹ്മണി ആധായ ക്രിയമാണഃ സത്വശുദ്ധി ജ്ഞാനപ്രാപ്തി സർവകർമ്മ സന്യാസക്രമേണ മോക്ഷായ ഇതി ഭഗവാൻ പദേ പദേ അബ്രവീത് വക്ഷ്യതി ച. അഥ ഇദാനീം ധ്യാനയോഗം സമ്യക് ദർശനസ്യ അന്തരംഗം വിസ്തരേണ വക്ഷ്യാമി ഇതി തസ്യ സൂത്രസ്ഥാനീയാൻ ശ്ലോകാൻ ഉപദിശതി സ്മ. സമ്യക് ദർശനനിഷ്ഠന്മാരായ സന്യാസിമാർക്ക് സദ്യോമുക്തി ഉണ്ടെന്ന് പറഞ്ഞു.
ഇഹൈവ തൈർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ. അല്ലേ പറഞ്ഞു. വേറെയും പറഞ്ഞു, ബ്രഹ്മ നിർവാണം ഗച്ഛതി അധിഗച്ഛതി എന്ന് പറഞ്ഞു. വേറെയും പറഞ്ഞു സുഖമക്ഷയമശ്നുതേ. വേറെയും പറഞ്ഞു ബ്രഹ്മണി സ്ഥിത. ഇത്രയും പറഞ്ഞു. ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ തന്നെ ജീവൻ മുക്തി, സദ്യോമുക്തി ഉണ്ട്. ആർക്ക്? സമ്യക് ദർശനത്തോടു കൂടിയ പാരമാർത്ഥിക സന്യാസത്തിൽ കഴിയുന്നവർക്ക് ഇവിടെ തന്നെ മോക്ഷമുണ്ട് എന്ന് പലവുരു ഭഗവാൻ പറഞ്ഞു. ഇനി അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? അല്ല, കർമ്മയോഗവും പറഞ്ഞു. അത് വിജ്ഞാനിയുടെ ജീവൻ മുക്തി ഫലമാണ്, അത് പറഞ്ഞു. അത് കൂടാതെ കർമ്മയോഗവും പറഞ്ഞു. എവിടെ കർമ്മയോഗം പറഞ്ഞേ? ഈശ്വരാർപ്പിത സർവഭാവേന, എല്ലാം ഈശ്വരനിൽ അർപ്പിക്കുന്നു എന്ന ഭാവനയോടുകൂടി ബ്രഹ്മണി ആദായ, ഈശ്വരെ ആദായ, ഈശ്വരനിൽ ബ്രഹ്മത്തിൽ സമർപ്പിച്ചിട്ട് ക്രിയമാണഹ, ചെയ്യപ്പെടുന്നതായ കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞു. ഇല്ലേ? അമറില്ലേ? ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേന സപാപേന പത്മപത്രമിവാംഭസ എന്നിങ്ങനെ അത് പറഞ്ഞു. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയരപി യോഗിന കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാ ആത്മശുദ്ധയേ എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പൊ കർമ്മയോഗം എങ്ങനെയാ ഫലത്തെ ചെയ്യുന്നത്? സത്വശുദ്ധി ജ്ഞാനപ്രാപ്തി സർവകർമ്മ സന്യാസക്രമേണ. അന്ധകരണത്തിന്റെ ശുദ്ധി നൽകുന്നു, ആ ശുദ്ധിയിലൂടെ ജ്ഞാനപ്രാപ്തിക്ക് അധികാരം നൽകുന്നു. ജ്ഞാനപ്രാപ്തിക്ക് അധികാരം വന്നാൽ ജ്ഞാനപ്രാപ്തി ഉണ്ടാവുന്നു. ജ്ഞാനപ്രാപ്തിയിലൂടെ സർവകർമ്മ സന്യാസം സാധിക്കുന്നു. അങ്ങനെ ക്രമമായിട്ട് പരമമായ ജീവൻ മുക്തിയിലേക്ക് നയിക്കുന്നു കർമ്മയോഗം എന്ന് പറഞ്ഞു. മോക്ഷായ, അത് മോക്ഷത്തിനായിക്കൊണ്ട് ഭവിക്കുന്നു എന്ന് ഭഗവാൻ പതേ പതേ അബ്രവീത്, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു. ഭക്ഷ്യതിജ, ഇനി പറയാനും പോകുന്നുണ്ട്. പറഞ്ഞു, ഇനി പറയാനും പോകുന്നുണ്ട്. 18-ാം അധ്യായം വരെ ഇത് തന്നെയാ പറയണത്. പറഞ്ഞന്നെ പറയാ. അഥ അനന്തരം ഇതാനും, ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ കഴിഞ്ഞു, പ്രകടനം കഴിഞ്ഞു. എന്നിട്ട് പറയണം, ഇനിയിപ്പോ സമ്യക് ദർശനസ്യ അന്തരംഗം ധ്യാനയോഗം, സമ്യക് ദർശനത്തിൻ്റെ ശരിയായ കാഴ്ച ലഭിക്കുന്നതിനുള്ള അന്തരംഗ സാധനയായ ധ്യാനത്തെ, അന്തരംഗ സാധനയായ ധ്യാനയോഗത്തെ വിസ്തരേണ വക്ഷ്യാമി, ഞാൻ വിസ്തരിച്ച് പറഞ്ഞു തരാം. എവിടെ? 6-ാം അധ്യായത്തിൽ. 6-ാം അധ്യായത്തിൽ ഭഗവാൻ ചെയ്യാൻ പോണത് സമ്യക് ദർശനത്തിൻ്റെ അന്തരംഗ സാധനയായ ധ്യാനയോഗത്തെ പറയുകയാണ് ചെയ്യുന്നത്. സമ്യക് ദർശനത്തിൻ്റെ സാധനകൾ 2 പ്രകാരത്തിലാണ്. ഒന്ന് ബഹിരംഗ സാധനകളും, 2 അന്തരംഗ സാധനകളും. അന്തരംഗ സാധന എന്ന് പറഞ്ഞാൽ ശരിക്കും ധ്യാനമാണ്. ബഹിരംഗ സാധന എന്ന് പറയുമ്പോൾ ശ്രവണ മനനങ്ങൾ വരും, യമ നിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണകൾ വരും, നിഷ്കാമ കർമ്മയോഗം വരും. അതൊരു തർക്ക വിഷയമാണ്. യോഗശാസ്ത്രത്തിനനുസരിച്ച് ധാരണയും ധ്യാനവും സമാധിയുമാണ് അന്തരംഗം. യോഗശാസ്ത്രം അനുസരിച്ച്. അല്ല, ധാരണ വരില്ല എന്ന് പറഞ്ഞിട്ടില്ല. സൂക്ഷ്മ സാധന ആണ് അന്തരംഗം. അന്തരംഗത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ബഹിരംഗം. അപ്പോ അന്തരംഗ സാധനയെ ഉപദേശിക്കാം. വിസ്തരേണ വക്ഷ്യാമി, വിസ്തരിച്ച് ഞാൻ പറയാം എന്ന് വിചാരിച്ചു ഭഗവാൻ. അതെവിടെയാണ്? അത് 6-ാം അധ്യായത്തിലാണ്. അപ്പം 6-ാം അധ്യായം വിസ്തരിച്ച് ഉപദേശിക്കണമെങ്കിൽ അതിൻ്റെ ഒരു സൂത്ര രൂപത്തിൽ ഇതാ പറയാൻ പോവാണ് അടുത്ത 2 ശ്ലോകങ്ങളിൽ. അടുത്ത 2 ശ്ലോകത്തിൽ അതിൻ്റെ ഒരു സൂത്രം പറയുകയാണ്. ആ സൂത്രത്തിൻ്റെ ഭാഷ്യമാണ് 6-ാം അധ്യായം. സൂത്രസ്ഥാനീയാൻ ശ്ലോകാൻ ഉപദിശതി സ്മ.
സൂത്രസ്ഥാനീയങ്ങളായ ശ്ലോകങ്ങളെ ഉപദിശതി സ്മ. ഒരു ഭാഷയിലെ ഒരു വിശേഷ പ്രയോഗമാണ്. വർത്തമാനകാലത്തിൻ്റെ കൂടെ സ്മ ചേർത്താൽ ഭൂതകാലാവും. അപ്പം ആർക്കെങ്കിലും ഈ സുഖമില്ലാട്ടുക, അത് ഭാഷാപരമായിട്ടൊരു ഭംഗിയില്ലായിയാണ്. എന്നാലും എപ്പോഴെങ്കിലും നമുക്ക് ഭൂതകാലക്രിയ ഏതാണെന്ന് മറന്നുപോയി കഴിഞ്ഞാൽ ഉടനെ വർത്തമാനം പറഞ്ഞിട്ട് സ്മ ചേർത്താൽ മതി. അത് എപ്പോഴും ചെയ്യുന്നതൊരു സുഖമല്ല, വല്ലപ്പോഴൊക്കെ ആയാലൊരു സുഖമാണ്. ഏതായാലും ഭാഷ്യകാരൻ ഇവിടെ ചെയ്തു, വേറെ അങ്ങനെ ഇതും ചെയ്യില്ല. ഇതിപ്പോൾ ഭാഷ്യകാരന് ഭൂതകാലക്രിയ കിട്ടാഞ്ഞിട്ടല്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കും. ഇങ്ങനെ പറഞ്ഞത് എന്നാൽ ശങ്കരാചാര്യർക്ക് ഭൂതകാലക്രിയ കിട്ടിയിട്ടുണ്ടാവില്ല എന്നാരും പറയരുത്, അത് മറന്നുപോയി എന്ന് പറയരുത്, അങ്ങനെ പറയരുത്. അതൊരു ഭംഗിയെ ഭാഷ അങ്ങനെ ഉപയോഗിക്കാമല്ലോ. ഉപദിശതിഷ്മ, ഉപദിദേശ എന്നർത്ഥം, ഉപദേശിച്ചു. എന്താണ് സൂത്രസ്ഥാനീയം ഉപദേശിച്ചത്? നോക്കൂ. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോഃ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ യതേന്ദ്രിയമനോബുദ്ധിർ മുനിർമോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധോ യഃ സദാ മുക്ത ഏവ സഃ. 2 ശ്ലോകം ഒന്നിച്ചേ എടുക്കാൻ പറ്റൂ. 2 ശ്ലോകം ഒന്നിച്ചൊരു വാചകമായിട്ട് അന്വയിക്കാനേ പറ്റൂ, കുറിച്ച് പറയാൻ വയ്യ. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോഃ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ യതേന്ദ്രിയമനോബുദ്ധിഃ മുനിർമോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധോ യഃ സദാ മുക്ത ഏവ സഃ. യഹ യാതൊരാളാണോ ബാഹ്യാൻ സ്പർശാൻ ബഹികൃത്വ, വല്ലാത്തൊരു പ്രയോഗ, അത് വല്ലാത്തൊരു പ്രയോഗ. നോക്കൂ, സ്പർശാൻ ബഹികൃത്വ എന്ന് പറഞ്ഞാൽ സ്പർശങ്ങളെ പുറത്താക്കിയിട്ട്, എന്നാൽ ഇവിടെ പറയണത് എന്താണെന്നറിയോ? ബാഹ്യാൻ സ്പർശാൻ ബഹികൃത്വ, പുറമെയുള്ള സ്പർശങ്ങളെ പുറമെയാക്കിയിട്ട്. ഇതെന്തൊരു പ്രയോഗം അത്? പുറത്തേക്ക് ഗെറ്റ് ഔട്ട് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഗെറ്റ് ഔട്ട് എന്ന് പറയാൻ അറിയുന്ന ഒരാൾക്ക് ഗെറ്റ് ഇൻ പറയാൻ അറിയില്ല വെച്ചാൽ അകത്തേക്ക് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയൊരു സിനിമയിലുണ്ട്, വളരെ പഴയ സിനിമയിലാണ്, ഇല്ലേ? കണ്ടില്ല? ഉണ്ട്. ആ പഴയ സിനിമയിലുണ്ട്, 67, 1967 യക്ഷി. അതിലാണ് പുറത്തുനിന്ന് അകത്തേക്ക് ഗെറ്റ് ഔട്ട് എന്ന് പറയുന്നത്. കാരണം മൂപ്പർക്ക് ഗെറ്റ് ഔട്ട് എന്നുള്ള വാക്കറിയാം, പക്ഷെ അകത്തേക്ക് പോകാൻ എന്താ പറയണ്ടെന്ന് അറിയില്ല. അതാണ്. ഇത് അതുപോലെ അറിയാഞ്ഞിട്ടാണോ ഭഗവാനത്? നോക്കൂ, അകത്തുള്ള ഒരാളെ പുറത്താക്കാം, പുറത്തുള്ള ആളെ അകത്താക്കാം, രണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പുറത്തുള്ള ആളെ എങ്ങനെയാ പുറത്താക്കുക? ഞങ്ങൾ കുറച്ച് പേര് നിൽക്കുക കേട്ടോ, ഒരു 2-3 സന്യാസിമാർ വർത്തമാനം പറഞ്ഞ് നിൽക്കുക. ആ കൂട്ടത്തിൽ വളരെ സീനിയർ ആയിട്ടുള്ളൊരു സ്വാമിജിയുണ്ട്, വളരെ സീനിയറാണ്, നമ്മൾ അങ്ങേയറ്റം പൂജിക്കുന്ന, അങ്ങേയറ്റം ബഹുമാനിക്കുന്ന സ്വാമിജിയാണ്. അപ്പം ഞങ്ങളെന്തോ കാര്യമായിട്ട് എന്തോന്ന് സംസാരിക്കുക. അപ്പോൾ സ്വാമിജി എൻ്റെ ചോളിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തിരിച്ച് ചോളിൽ പിടിക്കാൻ പാടുണ്ടോ? സമ്പ്രദായം പലർക്കും അറിയില്ല കേട്ടോ. ഗുരുനാഥൻ നമ്മളെ തോളിൽ പിടിച്ചാൽ നമ്മൾ ഗുരുനാഥൻ്റെ തോളിൽ പിടിക്കുക, അതില്ല, അത് പാടില്ല, അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ എൻ്റെ തോളിങ്ങനെ പിടിച്ചിട്ടുണ്ട് സ്വാമിജി. അപ്പോൾ കാര്യമായിട്ട് എന്തൊരു വർത്തമാനം പറയുക. അപ്പോൾ ഒരാൾ വന്നു, വേറൊരു സ്വാമിജി അടുത്തുണ്ട്.
വേറൊരാൾ വന്നു. അയാൾ ഗൃഹസ്ഥനാണോ എന്താണെന്നറിയില്ല, എന്തായാലും സന്യാസിയല്ല. അപ്പോൾ അയാൾ എന്തോന്ന് പറഞ്ഞു, സ്വാമി യെസ് എന്ന് പറഞ്ഞിട്ട് വേഗം പോയിക്കോളാന്നുള്ള ഒരു മട്ടിൽ അയാൾ പോകാൻ തയ്യാറില്ല. അയാൾ നിർത്താൻ പറയാം. സ്വാമിക്ക് ഇഷ്ടമായില്ല. സ്വാമി ഗെറ്റ് ഔട്ട്. അപ്പോൾ അയാൾ ചോദിച്ചു, അല്ല സ്വാമി ഞാൻ പുറത്തുള്ള ആളാണല്ലോ, പുറത്തുള്ള എന്നോട് പുറത്താവാൻ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യുക? സ്വാമിജി എന്നെ ചിരിച്ചു പോയി. ആലോചിച്ച് നോക്കൂ. ഞാൻ അകത്ത് വന്നിട്ടാണ് എന്നോട് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഞാൻ പുറത്ത് തന്നെയാണല്ലോ ഇപ്പോൾ, പിന്നെ എന്നോട് പുറത്ത് പോകാൻ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? സ്വാമിജി ഇംഗ്ലീഷ് വളരെ വിദ്വാനാണ് കേട്ടോ. ഇംഗ്ലീഷ് അറിയാത്ത ആളാന്ന് വിചാരിക്കണ്ട. ഇവിടുന്ന് ഗെറ്റ് ഔട്ട്. അതുപോലെ ഇതെന്താപ്പത് ഈ അർത്ഥം? അകത്തുള്ളതിനെ പുറത്താക്കാൻ സമ്മതിച്ചു, പുറത്തുള്ളതിനെ അകത്താക്കാനും പറ്റും. ഇത് പറയണത് പുറമേ ഉള്ളതിനെ പുറത്താക്കുക എന്നാ. ബാഹ്യാൻ സ്പർശാൻ ബഹികൃത്വ, പുറമേയുള്ള സ്പർശങ്ങളെ പുറമേ ആക്കിയിട്ട്. എന്താ അർത്ഥം? ഈ പുറമേയുള്ളതിനെ ആരാണ് കയറ്റി വെക്കണത്? നമ്മളാണ്. ഒരൊറ്റ സ്പർശം അകത്തില്ല. നമ്മുടെ സങ്കല്പങ്ങളിലൂടെ നമ്മൾ അകത്താക്കി വെക്കുകയാണ്. ഒരമ്മ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, ഇപ്പോൾ സ്വാമി എവിടെയാണുള്ളത്? ഞാൻ പറഞ്ഞു അമ്മയുടെ ഉള്ളിൽ. മറുപടിയാണ് അവർ എന്നെ ഫോൺ ചെയ്യുമ്പോൾ അവരെ മനസ്സിലാരാ? ഞാനാണല്ലോ. ഉറപ്പല്ലേ? അല്ലാണ്ട് വിളിക്കാൻ നമ്പർ കിട്ടുക? ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ സങ്കല്പങ്ങളിലൂടെ പുറമേയുള്ള വിഷയങ്ങൾ നമ്മുടേതാക്കുന്നു. നമ്മുടെ സങ്കല്പങ്ങളിലൂടെ നമ്മുടെ ആക്കിയിട്ടില്ലാച്ചാലോ പുറമെ ഉള്ളത് പുറമെ തന്നെയാണ്. ബുദ്ധഭഗവാന്റെ ഉപദേശങ്ങൾ വളരെ വ്യാപകമായി സമൂഹത്തെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ കർമ്മകാണ്ഡികളായിട്ടുള്ളവർക്ക് വിരോധം ഉണ്ടായി. അതിൽ ഒരാൾ പോയിട്ട് ശ്രീബുദ്ധൻ്റെ അടുത്ത് പോയിട്ട് വളരെ തെറി പറഞ്ഞു. ബുദ്ധനെല്ലാം കേട്ടു, ശാന്തരായിട്ട് ഒരക്ഷരം തിരിച്ചു പറഞ്ഞില്ല. അവസാനം ചോദിച്ചു, അങ്ങ് എനിക്ക് ഒരു ആപ്പിൾ തന്നു എന്ന് വിചാരിച്ചു, ഞാനത് സ്വീകരിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക, എങ്കിൽ ഇതൊക്കെ ആർക്കുണ്ടാവും? അങ്ങ് പറഞ്ഞ ഒന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല. ഒരു പ്രശ്നമില്ല, ചിരിച്ചുകൊണ്ട്. ഇതൊരു കഥയാണ്, സത്യമാണോ എന്നറിയില്ല. ഇത് കഥയാണ്. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ബുദ്ധൻ്റെ ജീവിതത്തിൽ? ഇല്ലേ, നമുക്കറിയില്ല. പക്ഷെ കഥ ആയിട്ട് പ്രചരിതമാണ്. അപ്പം പുറമെ ഉള്ളതിനെ അകത്താക്കാത്ത കാലത്തോളം അത് പുറമെ തന്നെയായിരിക്കും. നമ്മൾ പുറമെ ഉള്ളതിനെയാണ് കൊള്ളാലോ, ആദ്യം കണ്ടപ്പോൾ കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടോ. അടുത്ത ഘട്ടത്തിൽ എന്ത് തോന്നും? എനിക്കായാൽ കൊള്ളാം, അല്ലേ? അതെ, അതെന്തോ ആയിക്കോട്ടെ. ഒരാളെ പോക്കറ്റിലൊരു പെണ്ണ് കണ്ടാൽ മതി, തരക്കേടില്ലല്ലോ. പിന്നെ എനിക്ക് തോന്നായി എനിക്കായാൽ കൊള്ളാം. പിന്നെ അതിന് വ്യാഖ്യാനായി, എനിക്കല്ലേ ഇപ്പോൾ കൂടുതൽ ആവശ്യം, അയാൾക്ക് എന്തിനായി പെണ്ണിൻ്റെ ആവശ്യം? എനിക്കല്ലേ പെണ്ണിൻ്റെ ഒരു ആവശ്യമുള്ളത് തോന്നുകയായി. ഇങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം. ഇങ്ങനെ പുറമേ ഉള്ളതിനകത്താക്കാതെ പുറത്ത് തന്നെ ആക്കുക. ഗെറ്റ് ഔട്ട്. സ്പർശാൻ കൃത്വ ബഹിർബാഹ്യാൻ. ചക്ഷുഹു ച ഏവ അന്തരേ ഭ്രുവോഹോ. ചക്ഷുസിനെ രണ്ട് പുരികക്കൊടികളുടെയും മധ്യത്തിലാക്കുക. രണ്ട് പുരികക്കൊടികളുടെയും മധ്യത്തിൽ ചക്ഷുസിനെ ആക്കുക. ഇത് സൂത്രാണേ. സൂത്രം വെച്ച് ആരും പ്രയോഗിക്കരുതേ. ഭാഷ്യം പഠിക്കണം. അത് 6-ാം അധ്യായമാണ്. 6-ാം അധ്യായത്തിൽ വിസ്തൃതമായി ഇത് ഭാഷ്യരൂപത്തിൽ പഠിക്കുന്നുണ്ട്. ഇത് സൂത്രരൂപമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോഹോ. രണ്ട് പുരികക്കൊടികളുടെയും മധ്യത്തിൽ ചക്ഷുസിനെ ഉറപ്പിക്കുക, ദൃഷ്ടിയെ ഉറപ്പിക്കുക. ആരംഭക്കാർക്ക് തലവേദന തുടങ്ങിയവ വന്നാൽ നമ്മൾ ഉത്തരവാദിയല്ല. ഉത്തരവാദിത്വം 100% ഭഗവാന്റേതാണ്. അപ്പോൾ ഭഗവാൻ പറയും, ഇല്ലല്ല, എനിക്ക് ഉത്തരവാദിത്വം ഇല്ല, കാരണം ഇത് സൂത്രമാണ്, ഭാഷ്യം അടുത്ത അധ്യായത്തിൽ, അത് പഠിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ഭ്രൂമധ്യത്തിൽ പലപ്പോഴും ധാരണ എല്ലാവർക്കും ശരിയായെന്ന് വരില്ല. അപ്പം നല്ലത്, ഏറ്റവും നല്ല സ്ഥലം പറയാം, മൂക്കിൻ്റെ തുമ്പം. സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശശ്ചാനവലോകയൻ. ഇതാണ് മൂക്കിൻ്റെ അഗ്രം. അല്ലെങ്കിൽ ഹൃദയദേശം ഭാവന ചെയ്യാം. അത് കണ്ണ് പൂട്ടിയിട്ടാവാം.
മൂക്കിൻ്റെ അറ്റത്ത് കണ്ണ് പൂട്ടിയിട്ട് വയ്യ, കണ്ണ് തുറന്നിട്ടാണ്. പുരികക്കൊടികളുടെ മധ്യത്തിലും കണ്ണ് തുറന്നിട്ടാണ്. ഹൃദയത്തിൽ കണ്ണ് പൂട്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ തൻ്റെ ഇഷ്ടദേവതയുടെ രൂപങ്ങളോ നാമങ്ങളോ ഒക്കെ ആവാം. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉറപ്പിക്കണം, അത്രയേ ഉള്ളൂ. ധാരണ വേണം, അത്രയേ ഉള്ളൂ. ധാരണ പറഞ്ഞാൽ എന്താ? ദേശബന്ധ ചിത്തസ്യ ധാരണ. ഏതെങ്കിലും ഒരു ദേശത്ത് മനസ്സിനെ ഉറപ്പിക്കുന്നതാണ് ധാരണ. പ്രാണാപാനൗ സമൗ കൃത്വ, പ്രാണാപാനങ്ങളെ സമമാക്കിയിട്ട്. ഇവിടെ പ്രാണൻ അപാനൻ എന്നിവ, പ്രാണൻ അപാനൻ എന്നിവയല്ല. അതായത് സാമാന്യമായിട്ട് കണ്ഠത്തിനുപരി ശീർഷസ്ഥാനത്തിൽ നിലകൊള്ളുന്നത് പ്രാണനും അടിവയറിന് താഴത്ത് അപാനനുമാണ്. എന്നാൽ ഇവിടെ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. പുറത്തോട്ടും അകത്തോട്ടും വരികയും പോവുകയും ചെയ്യുന്ന പ്രാണഗതികളെയാണ് ഉദ്ദേശിച്ചത്. ഇവയെ സമമാക്കിയിട്ട് സമീകരിച്ചിട്ട് നിയമിതമാക്കിയിട്ടെന്നർത്ഥം. അല്ലാണ്ട് സമമാക്കിയിട്ടെന്ന് അർത്ഥമില്ല. രേചക പൂരക കുംഭകങ്ങളുള്ളതാണെങ്കിൽ സമമല്ല ആക്കുക നമ്മൾ. അത് ഗുരുപദേശം അനുസരിച്ച് സമീകരിക്കുക, അതാണ് ക്രമീകരിക്കുക. അതാണ് നാസാഭ്യന്തരചാരിണവും. മൂക്കിന് ഉള്ളിലൂടെ സഞ്ചരിക്കുന്നതായ ഈ രണ്ട് പ്രാണങ്ങളെയും, ഒന്ന് അകത്തോട്ട് ഒന്ന് പുറത്തോട്ട്, അവയെ സമീകരിച്ചിട്ട് പിന്നെന്ത് വേണം? യതേന്ദ്രിയ മനോബുദ്ധി, മനസ്സിനെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ നല്ല പോലെ നിയന്ത്രിച്ചിട്ട്, ഇന്ദ്രിയ മനോബുദ്ധികളെ നിയന്ത്രിച്ചിട്ട്. യതേന്ദ്രിയ മനോബുദ്ധി മോക്ഷപരായണ, മോക്ഷം തന്നെ പരം അയനം എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയവൻ. ഈ ജന്മത്തിൽ തന്നെ സകലവിധ ദുഃഖങ്ങൾക്കും ഉപരിയെത്തണം, നിരതിശയമായ സുഖം പ്രാപിക്കണം, എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും ഒഴിയണം എന്ന ദൃഢമായ സങ്കല്പത്തെ സ്വരൂപിച്ചിട്ട് അങ്ങനെയുള്ള മുനി, മനനശീലൻ, വിഗതേച്ഛാഭയക്രോധ, ഇച്ഛാ ഭയം ക്രോധം എന്നിവ ഒഴിഞ്ഞവൻ. അത് വേണം ഇത് വേണം എന്നുള്ള ആഗ്രഹം ഒഴിഞ്ഞവൻ, ഭയമൊഴിഞ്ഞവൻ, ക്രോധമൊഴിഞ്ഞവൻ. ഇച്ഛ, തൻ്റെ പൂർണ്ണതയ്ക്ക് മറ്റെന്തെങ്കിലും ഒന്നിനെ സ്വീകരിക്കണമെന്ന ആഗ്രഹവിശേഷം. ഭയം, എന്താ ഭയം? രണ്ടാമതൊന്നുണ്ട്, അത് തന്നെ കീഴ്പ്പെടുത്തും എന്ന ചിന്തയാണ് ഭയം. തന്നിൽ നിന്ന് ഭിന്നമായിട്ടൊന്നില്ല എന്നാണെങ്കിൽ ഭയമില്ല. രണ്ടാമതൊന്നുണ്ട്, ഒന്ന്, രണ്ട്, അത് തന്നെ കീഴ്പ്പെടുത്തും. ഈ രണ്ട് ചിന്തകൾ വരുമ്പോഴാണ് ഭയാവണത്. രണ്ടാമതൊന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഭയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ദ്വിതീയാദ്വൈ ഭയം ഭവതി നദ്വിതീയം അസ്തി എന്ന് ഉപനിഷത്ത് പറയുന്നത്. രണ്ടാമതൊന്നിൽ നിന്നാണ് ഭയം ഉണ്ടാവുന്നത്. അങ്ങനെ രണ്ടാമതില്ലടോ എന്ന് പറഞ്ഞു തരികയാണ്. ഉണ്ടെങ്കിൽ പോരെ, പിന്നെ ഇതിനെ ഭയപ്പെടുന്നത്. അതുപോലെ ക്രോധം പല പ്രാവശ്യം പറഞ്ഞു. അത് തന്നെ ഇല്ലേ? ക്രോധം ഈ അധ്യായത്തിൽ തന്നെ പറഞ്ഞു നമ്മൾ. അപ്പോൾ ഇച്ഛാഭയക്രോധങ്ങൾ ഒഴിഞ്ഞവര്, ഇങ്ങനെയുള്ളവൻ യഹ ആരാണോ, സഹ അയാൾ സദാമുക്ത, എപ്പോഴും മുക്തനാണ്. അയാൾക്ക് ഇപ്പോഴും മുക്തിയാണ്. ഇപ്പോഴും മുക്തി, അപ്പോഴും മുക്തി. ജീവിച്ചിരിക്കുമ്പോഴും മുക്തി, മരിച്ചാലും മുക്തി. അയാൾ എപ്പോഴും മുക്തനാണ്. ഇതാണ് പറയുന്നത്. വ്യക്തമാണല്ലോ? നോക്കൂ. സ്പർശാൻ ശബ്ദാദീൻ കൃത്വ ബഹിഃ ബാഹ്യാൻ ശ്രോത്രാദിദ്വാരേണ അന്തർബുദ്ധൗ പ്രവേശിതാഃ ശബ്ദാദയഃ വിഷയാഃ താൻ അചിന്തയതഃ ബാഹ്യാഃ ബഹിഃ ഏവ കൃതാഃ ഭവന്തി. താൻ ഏവം ബഹിഃ കൃത്വ ചക്ഷുഃ ച ഏവ അന്തരേ ഭ്രുവോഃ കൃത്വ ഇതി അനുഷജ്യതേ. തഥാ പ്രാണാപാനൗ നാസാഭ്യന്തരചാരിണൗ സമൗ കൃത്വ യതേന്ദ്രിയ മനോബുദ്ധിഃ യതാനി സംയതാനി ഇന്ദ്രിയാണി മനോബുദ്ധിഃ ച യസ്യ സ യതേന്ദ്രിയ മനോബുദ്ധിഃ മനനാദ് മുനിഃ സന്യാസി മോക്ഷപരായണഃ. ഏവം ദേഹസംസ്ഥാനഃ മോക്ഷപരായണഃ മോക്ഷ ഏവ പരം അയനം പരാഗതിഃ യസ്യ
സ അയം മോക്ഷപരായണഃ മുനിഃ ഭവേത്. വിഗതേച്ഛാ ഭയ ക്രോധഃ ഇച്ഛാ ച ഭയം ച ക്രോധഃ ച ഇച്ഛാ ഭയ ക്രോധാഃ തേ വിഗതാഃ യസ്മാത് സ വിഗതേച്ഛാ ഭയ ക്രോധഃ യ ഏവം വർത്തതേ സദാ സന്യാസി മുക്തഃ ഏവ സഹ ന തസ്യ മോക്ഷഃ അന്യഃ കർത്തവ്യഃ അസ്തി. സ്പർശാൻ ശബ്ദാദീൻ കൃത്വാ ബഹിഃ ബാഹ്യാൻ ശ്രോത്രാദിദ്വാരേണ അന്തർബുദ്ധൗ പ്രവേശിതാഃ ശബ്ദാദയഃ വിഷയാഃ താൻ അചിന്തയതഃ ബാഹ്യാഃ ബഹിഃ ഏവ കൃതാ ഭവന്തി. താൻ ഏവം ബഹിഃ കൃത്വാ ചക്ഷുഃ ച ഏവ അന്തരേ ഭ്രുവോഃ കൃത്വാ ഇതി അനുഷജ്യതേ. തഥാ പ്രാണാപാനൗ നാസാഭ്യന്തരചാരിണൗ സമൗ കൃത്വാ യതേന്ദ്രിയമനോബുദ്ധിഃ യതാനി സംയതാനി ഇന്ദ്രിയാണി മനോബുദ്ധിഃ ച യസ്യ സ യതേന്ദ്രിയമനോബുദ്ധിഃ മനനാത് മുനിഃ സന്യാസി മോക്ഷപരായണഃ ഏവം ദേഹസംസ്ഥാനഃ മോക്ഷപരായണഃ മോക്ഷ ഏവ പരം അയനം പരാഗതിഃ യസ്യ സഹ അയം മോക്ഷപരായണഃ മുനിഃ ഭവേത്. വിഗതേച്ഛാ ഭയക്രോധഃ ഇച്ഛാ ച ഭയം ച ക്രോധഃ ച ഇച്ഛാ ഭയക്രോധാഃ തേ വിഗതാ യസ്മാത് സഹ വിഗതേച്ഛാ ഭയക്രോധഃ യഃ ഏവം വർത്തത്തെ സദാ സന്യാസി മുക്ത ഏവ സഹ ന തസ്യ മോക്ഷഃ അന്യഃ കർത്തവ്യഃ അസ്തി. അപ്പോൾ സ്പർശാൻ ശബ്ദാദീൻ ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ അവയാണല്ലോ സ്പർശിക്കപ്പെടുന്നത്. അവയെ പുറത്താക്കിയിട്ട് പുറമേ ഉള്ളതിനെ പുറത്താക്കിയിട്ട് ഭാഷ്യകാരൻ പറയുകയാണ്, ശ്രോത്രം തുടങ്ങിയ വഴികളിലൂടെ ഉള്ളിലേക്കാക്കിയിരിക്കുക അതിനെയൊക്കെ ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് തുടങ്ങിയവയിലൂടെ അകത്താക്കിയിരിക്കുക. അകത്താക്കി ഉറപ്പിച്ചു വെച്ചിട്ടുള്ളത് ആരാണ്? മനസ്സാണ്. അകത്താക്കി ഉറപ്പിച്ചു വെച്ചിട്ടുള്ളത് മനസ്സാണ്. അല്ലാണ്ട് വെറുതെ ഇപ്പോൾ കണ്ടു പറഞ്ഞിട്ട് അകത്ത് ഇരിക്കണമൊന്നുമില്ല. അതിങ്ങനെ വന്ന് പോയിക്കോളും. നമ്മളിപ്പോൾ ഇവിടുന്ന് കോഴിക്കോട് വരെ യാത്ര ചെയ്യാന്ന് വിചാരിച്ചോളൂ. ഏതെങ്കിലും വാഹനത്തിൽ എത്രായിരം കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടാവും ഇല്ലേ? കാണാം. എന്താ കണ്ടാ കുഴപ്പം? ആസ്വദിക്കാം. എന്താ കുഴപ്പം? വഴിയിൽ പോകുമ്പോൾ രണ്ടാൾ അടി കൂടുകയാണ് സൈഡിൽ, ഒരു സുഖം കാണാൻ അല്ലേ? തനിക്ക് വേദനയാവാത്ത കാലത്തോളം തനിക്ക് വേദനയാവുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ. അപ്പോൾ റോഡ് സൈഡിൽ രണ്ടാൾ അടി കൂടുന്നു. ശരി, ഉടനെ നമ്മളവിടെ ഇറങ്ങി. യാത്ര മുടങ്ങിയോ ഇല്ലയോ? യാത്ര മുടങ്ങി. അല്ല, ഈ പോണ വഴിക്ക് ഒരു ഹോട്ടൽ കണ്ടു, ചായ, എണ്ണക്കടികൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കണ്ടു, ആസ്വദിച്ചു, മുന്നോട്ട് പോണേന്ന് പ്രശ്നമല്ല. പക്ഷെ കണ്ടു, എണ്ണക്കടി ഉണ്ടല്ലോ, ഒന്ന് കടിച്ചു കളയാം എന്ന് വിചാരിച്ചാലോ യാത്ര മുടങ്ങി ഇല്ലേ? അതെ. അപ്പം എല്ലാത്തിനെയും കണ്ടു പോകാന്ന് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല. നേരെ മറിച്ച് ഏതെങ്കിലും ഒന്നിൽ മനസ്സ് കൊരുക്കിയാൽ ഇപ്പം എന്തായി? അത് നമ്മുടെ ഉള്ളിലായി. വെറുതെ പുറമുള്ളതിനൊക്കെ ഉള്ളിലാക്കി വെക്കുക നമ്മൾ. അതെ, അത് നന്നെന്ന് തോന്നിയാലും അകത്താക്കാം, ചീത്താൻ തോന്നിയാലും അകത്താക്കാം. മഹാമോശാട്ടം തോന്നിയാൽ മതി, എന്നാലും അകത്തായി ഇല്ല.
അതെ, വളരെ നല്ലതാന്ന് തോന്നിയാലും അകത്തായി. നേരെ മറിച്ച് ഈ നല്ലത് ചീത്താത് രണ്ട് സങ്കല്പം ഇല്ലാതെ കണ്ട് ആസ്വദിച്ച് പോകാൻ വെച്ചാൽ എന്തൊരു സുഖ. ഈ ലോകം എന്തൊരു സുഖാണ്, എന്തൊക്കെ കാണാനുണ്ട് ഇവിടെ. എത്ര സുന്ദരിമാരും സുന്ദരന്മാരും ഉണ്ട്, ഇല്ലേ? ഇല്ല, ഒക്കെ കണ്ടുപിടി സുഖമല്ലേ കാണുന്നത്. എന്താ അഭിപ്രായം? അതെ. പക്ഷെ ഏതെങ്കിലും ഒന്ന് കയറി കൊരിക്കിയാൽ പോയി. അങ്ങനെയാണ് നമുക്ക് പറ്റുന്നത്. അപ്പൊ പുറമുള്ളതിനെ അകത്താക്കുന്നു, മറ്റത് അകത്താക്കാതിരിക്കുമ്പോൾ പുറമുള്ളത് പുറമെ തന്നെയായി. അതാണ് യഥേന്ദ്രി. അപ്പോൾ അങ്ങനെ ശ്രോത്രാദിദ്വാരേണ അന്തഃ ബുദ്ധൗ പ്രവേശിതാഃ ശബ്ദാദയ വിഷയാഃ, ശബ്ദാദി വിഷയങ്ങൾ താൻ അചിന്തയതഃ. അപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്ന എന്താവും? അകത്ത് വന്നവർ, ഓ യവൻ എന്നെ കൊണ്ട് ചിന്തിക്കണില്ലല്ലോ, എന്നാൽ ഞാൻ പുറത്തേക്ക് തന്നെ പോകാം, നീ യേശുവിന് പുറത്തേക്ക് തന്നെ പോകും. ഒന്ന് വന്ന് ഏന്തി നോക്കും, ഒന്ന് അകത്തേക്ക് വന്ന് ഏന്തി നോക്കും, വരുന്നുണ്ടോ, എന്നെ ചിന്തിക്കുകയോ. ചിന്തിച്ചു എന്ന് കണ്ട അപ്പം ഇരിക്കും അവിടെ. ചിന്തിക്കണില്ല എന്ന് കണ്ടല്ലോ, ഞാൻ ഇത്രയ്ക്കൊക്കെ വന്നിട്ടും അവൻ എന്നെ ചിന്തിച്ചില്ലല്ലോ, പുറത്തു പോകും. അപ്പം പുറമേ ഉള്ളത് പുറത്തായി. താൻ ഏവം ബഹികൃത്വ, ഇങ്ങനെ വിഷയങ്ങളെ പുറത്താക്കിയിട്ട് ചക്ഷുഹു ച അന്തരേ ഭ്രുവോഹോ, രണ്ട് പുരികക്കൊടികളുടെയും മധ്യത്തിൽ കണ്ണിനെ ആക്കിയിട്ട്, കണ്ണല്ല ദൃഷ്ടിയെ ആക്കിയിട്ട്. കണ്ണെന്ന് പറഞ്ഞാൽ രണ്ടുണ്ട്, ദൃഷ്ടി പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. രണ്ടും ഏകാഗ്രാക്കി ഒറ്റ ദൃഷ്ടിയാക്കി. അന്ന് കാഞ്ചേരു സ്വാമി പറഞ്ഞാൽ വയ്യ, നല്ല കോങ്കണ്ണുണ്ടാവുമ്പോൾ അങ്ങനെയൊന്നും ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ അതങ്ങനെ ശീലിക്കുകയും വേണ്ട നിങ്ങൾ, ഇനി അതും പറയണമല്ലോ. അതൊക്കെ അതിൻ്റെതായ ക്രമത്തിൽ മതി. നാളെ തലവേദനയൊക്കെ ആയിട്ട് നമ്മളെ കുറ്റം പറയാൻ പാടില്ല. അപ്പം നല്ലത് മൂക്കിൻ്റെ തുമ്പത്തേക്കാ. ഇത് സൂത്രമാണ്, ഭാഷ്യം അടുത്ത അധ്യായത്തിലാണ്. ചക്ഷുച്ച അന്തരേ ഭ്രുവോഹ കൃത്വ ഇത് അനുഷജ്യത്തെ തഥാ, അതുപോലെ പ്രാണാപാനവും നാസാഭ്യന്തരചാരിണവും സമൗ കൃത്വ, മൂക്കിലൂടെ സഞ്ചരിക്കുന്ന പ്രാണാപാനങ്ങളെ സമീകരിച്ചിട്ട്, എന്നിട്ട് ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഒരു 2 മിനിറ്റ്